ഒരു കാലത്ത് വലിയ തിരക്കുള്ള തുറമുഖ നഗരമായിരുന്ന ധനുഷ്കോടി എങ്ങനെയാണ് പ്രേത നഗരമായി മാറിയതെന്ന് അറിയാമോ? 1964 മുൻപ് ധനുഷ്കോടി ദക്ഷിണേന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു. അതിശക്തമായ ഒരു ചുഴലിക്കാറ്റാണ് ധനുഷ്കോടി ഇല്ലാതാക്കിയത്. പാമ്പൻ പാലം കടന്ന് ധനുഷ്കോടിയിലേക്ക് വരികയായിരുന്ന പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ കൂറ്റൻ തിരമാലകൾക്കിടയിൽപ്പെട്ട് പൂർണ്ണമായും കടലിൽ താഴ്ന്നുപോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന 115 യാത്രക്കാരും അന്ന് കൊല്ലപ്പെട്ടു. ഏകദേശം 20 അടിയോളം ഉയരത്തിൽ വന്ന തിരമാലകൾ നഗരത്തെ ഒന്നാകെ വിഴുങ്ങി. 1800ഓളം ആളുകൾ അന്ന് ജീവൻ നഷ്ടപ്പെട്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ ദുരന്തത്തിന് ശേഷം മദ്രാസ് ഗവൺമെന്റ് ധനുഷ്കോടി താമസയോഗ്യമല്ലാത്ത നഗരമായി പ്രഖ്യാപിച്ചു. ആളുകൾക്ക് അവിടെ താമസിക്കാനുള്ള അനുവാദം നൽകിയില്ല. തകർന്നെറിഞ്ഞ ചർച്ചിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും സ്കൂളുകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ കാണാം. അതുകൊണ്ടാണ് ഇവിടം സന്ദർശിക്കുന്നവർക്ക് ഇതൊരു പ്രേത നഗരമായി അനുഭവപ്പെടുന്നത്.